എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ സ്വന്തം ബ്ലാത്തിച്ചേമ്പ് കേട്ടോ. ഞങ്ങൾ ബ്ലാത്തിച്ചേമ്പ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ചുരണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയുക. അതിനുശേഷം ഇതങ്ങനെ തൊലിയൊക്കെ കളഞ്ഞാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒരു ചിപ്സർ ഉണ്ടല്ലോ, വെജിറ്റബിൾ ചിപ്സർ ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. വളരെ നേർത്ത കഷ്ണങ്ങളായിട്ട് കിട്ടും കേട്ടോ. നല്ല ചിപ്സ് പോലെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും ചിപ്സറിൽ. ഇപ്പോൾ പലതരത്തിലുള്ള ചിപ്സറുകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് കേട്ടോ വറുക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു കുറച്ച്, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലിൽ വറുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് കാറിപ്പോവാന്ന് പറയും ഞങ്ങൾ. ഒരു ചൊയ വരും വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ. അതേസമയം ഇങ്ങനെ സൺഫ്ലവർ ഓയിലിൽ വറുത്താൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വറുക്കാം. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ സ്റ്റെർ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പറ്റിപ്പോവും, എല്ലാം കൂടെ കൂട്ടി ഇതായിപ്പോവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വറുത്ത് കോരാം. നല്ല ചിലച്ചിലേന്നാവുന്നത് വരെ നമ്മൾ വറുക്കണം കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് അധികം ഇടരുത് കേട്ടോ, കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒന്നായിട്ട് കട്ടിയായി പോവും, കൂട്ടി പറ്റിയിട്ട് ഒന്നായിട്ട് ഉണ്ട പോലെ ആയി പോവും. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. വറുത്തുപ്പേരിയൊക്കെ നമ്മൾ വറുത്തെടുക്കില്ലേ, അതുപോലെ നമ്മൾ വറുത്തെടുക്കുക. പക്ഷേ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് കൂട്ടി ഒട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും വറുത്തെടുക്കുക. അപ്പോൾ ഒരു തവണ വറുക്കുന്നതേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. അതിനകത്ത് കുറച്ചിനി വറുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി അങ്ങനെ ഇടാം. പിന്നെ ആംചൂർ പൗഡർ വേണമെങ്കിൽ ഇടാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ടാൽ. ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. കൈ കൊണ്ട് തൊടണമെന്നില്ല, ഇങ്ങനെ പാത്രം കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കും. എന്നിട്ട് നമ്മളിത് നേരത്തെ ഞാൻ വറുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടേക്ക്, എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തണുത്ത് പോകും. അപ്പോൾ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് റെഡിയാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കാം കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെയുള്ള ഹെൽത്തി ഫുഡ് റെസിപ്പീസിന് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യൂ കേട്ടോ.